എല്ലാവർക്കും എൻഷാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ റെയിൻകോട്ടിനെ കുറിച്ചാണ്. റെയിൻകോട്ട് ഉപയോഗിക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും വിൽപ്പന ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കേരളത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് റെയിൻകോട്ട് കമ്പനികളുണ്ട്. അതിൽ ജനങ്ങൾക്ക് പ്രിയമുള്ള ബ്രാൻഡുകളാണ് വൈൽഡ് ക്രാഫ്റ്റ്, റിയൽ റെയിൻ വെയർ, ടെക് പാക്ക്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറ്റിയ വിവിധ നിറങ്ങളിൽ വിവിധ ഡിസൈനുകളോട് കൂടിയ റെയിൻകോട്ട് ഇന്ന് കടകളിൽ ലഭ്യമാണ്. ടൂ വീലറിൽ ബാക്ക്പാക്ക് ബാഗുമായി പോകുന്നവർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് റെയിൻകോട്ടും ലേഡീസിന് സ്കേർട്ട് പോലെയുള്ള പുതുമയാർന്ന റെയിൻകോട്ടുകൾ ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും പ്രിയമുള്ള റെയിൻകോട്ടുകളാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മഴക്കാലമായി ഇനി കൊടയുടെയും റെയിൻകോട്ടിന്റെയും കാലമാണ്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഒരു നല്ലൊരു റെയിൻകോട്ട് സെലക്ട് ചെയ്യാമെന്ന്. റെയിൻകോട്ടിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമ്മൾ ആദ്യം ഒരു റെയിൻകോട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി ആദ്യം നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. ഇനി റെയിൻകോട്ടിനെ കുറിച്ച് മറ്റൊരു രസകരമായ ഒരു കാര്യം പറയാം. പലപ്പോഴും റെയിൻകോട്ട് അന്വേഷിച്ച് ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത്, ഒരു തുള്ളി വെള്ളം പോലും കടക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല കസ്റ്റമറും വരാറുണ്ട്. അവർക്കുള്ള ഉത്തരം അത്തരം റെയിൻകോട്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനി റെയിൻകോട്ടുകൾ ലഭ്യമാണ്. നമ്മൾ റെയിൻകോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കമ്പനി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്ന് ലഭിക്കുന്നതിൽ മികച്ച 2 കമ്പനികളാണ് ടെക് പാക്ക്, അതേപോലെ തന്നെ റിയൽ റെയിൻ വെയർ. റിയൽ റെയിൻ വെയറിന്റെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ വില മുതൽ ഏറ്റവും കൂടിയ വില വരെയുള്ള റെയിൻകോട്ട് ലഭ്യമാണ് എന്നുള്ളതാണ്. റിയൽ റെയിൻ വെയർ ഏകദേശം 300 രൂപ മുതൽ 2000 രൂപ വില വരെ വരുന്ന റെയിൻകോട്ടുകൾ ലഭ്യമാണ്. സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും വില കുറഞ്ഞ മുതൽ ഏറ്റവും വില കൂടിയത് വരെയുള്ള റെയിൻകോട്ട് ലഭ്യമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള റെയിൻകോട്ടും റിയലിന്റെ മികവുറ്റ റിയൽ റെയിൻ വെയറിന്റെ പ്ലാസ്റ്റിക്, അതായത് PVC റെയിൻകോട്ടും ലഭ്യമാണ്. അതുപോലെ നൈലോൺ സ്റ്റഫ് ഈ ഒരു മെറ്റീരിയൽ ലഭ്യമാണ്. ഇതിൽ റിയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പോലും നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന റെയിൻകോട്ടാണ്. റെയിൻകോട്ട് യഥാർത്ഥത്തിൽ ഫുൾ കോട്ടായിട്ട് വരുന്നതും അതുപോലെ തന്നെ 2 പീസ് പാന്റ് ഷർട്ടും ജാക്കറ്റുമായിട്ട് വരുന്നതും മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൽ ആക്റ്റീവ പോലത്തെ സ്കൂട്ടറുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഫുൾ കോട്ടാണ്. അതേപോലെ തന്നെ ഈ ബൈക്ക് യാത്രക്കാർക്ക് പാന്റും ഷർട്ടും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന കമ്പനിയാണ് റിയൽ റെയിൻ വെയർ. റിയൽ റെയിൻ വെയറിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള മോഡലുകളുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്ന ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു മോഡലാണ് ഈ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള റെയിൻകോട്ട്. അത് ഫുൾ കോട്ട് ആയിട്ടുള്ളത് കൊണ്ട് അതുപോലെ 2 പീസ് പാന്റ് ഷർട്ട് കൂടിയുണ്ട്. റെയിൻകോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് റിയൽ റെയിൻ. വർഷങ്ങളായിട്ട് ഞാൻ അത് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ കൂടുതലായിട്ട് റിയൽ റെയിൻ വെയറിനെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ മികവുറ്റ ഒരു കമ്പനിയാണ് ടെക് പാക്ക്. ടെക് പാക്കില് മോഡലുകൾ വളരെ കുറവാണ്, പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അതിന്റെ MRP ഒരു 700 മുതൽ 2000 രൂപ വരെ വരുന്ന MRP ആണ്. ഈ ടെക് പാക്കിൽ തന്നെ മോഡലുകളും ഫുൾ കോട്ടും ഉണ്ട്, അതുപോലെ പാന്റ് ഷർട്ടും. അതിലൊരു പ്രത്യേകത ഉള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് യാത്രക്കാർക്ക് ബാഗുമായിട്ട് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 2 സൈഡ് സിബുള്ള ഒരു മോഡൽ ഈ ടെക് ബാക്കിന്റെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു മോഡലാണ്. റെയിൻ വെയറിന്റെ കാര്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. റിയൽ റെയിൻ വെയറിന്റെ PVC പ്ലാസ്റ്റിക്കിന്റെ ഫുൾ കോട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു 300 രൂപ റേഞ്ച് വില വരുന്ന സാധനം അതിന്റെ പ്ലാസ്റ്റിക് മികച്ച ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൽ തയ്യാറാക്കിയതാണ്. പിന്നെ റിയൽ റെയിൻ വെയറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ സൈസ് ഒരിക്കലും കട്ടല്ല. കൃത്യമായ സൈസുകൾ അവരുടെ റെയിൻകോട്ടിനുണ്ട്. സാധാരണ റെയിൻകോട്ടിന് വീതി കുറഞ്ഞ രീതിയിൽ പല ലോക്കൽ കമ്പനികളും ചെയ്യാറുണ്ട്. അതേ സ്ഥാനത്ത് റിയൽ മികച്ച രീതിയിലാണ് അതിന്റെ സൈസ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. റിയൽ റെയിൻ വെയറിന് 3 സൈസുകളാണ് ഉള്ളത്.
അത് വലിപ്പത്തിൽ, അതായത് ജെൻസ് ആൻഡ് ലേഡീസ് ഇത് രണ്ടാക്കും പറ്റിയ 3 സൈസാണ്. 48, 51, 54 3 സൈസുകളാണ്. 54 നല്ല ഹൈറ്റ് ആയുള്ളവർക്കൊക്കെ പറ്റിയത് കോട്ടാണ്. ഇനി റിയൽ 4 അതിന് 3XL, 3XL, 4XL വരെയുള്ള സൈസുകൾ ലഭ്യമാണ്. ഇതിലെ റിയലിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലൈന്റുകളില്ല. എന്ന് വിചാരിച്ചാൽ വെള്ളം ഇറങ്ങില്ല എന്നല്ല, വെള്ളം ഇറങ്ങാൻ സാധ്യതകളുണ്ട്. ഏത് റെയിൻകോട്ട് ആയാലും അതിന്റെ സ്റ്റിച്ചിങ്ങിൽ കൂടി അത്യാവശ്യം റെയിൻകോട്ടിൽ കൂടി വെള്ളം ഇറങ്ങും. സ്റ്റിച്ചിങ്ങിൽ കൂടി വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് PVC റെയിൻകോട്ടിൽ ഒരിക്കലും വെള്ളം ഇറങ്ങില്ല. PVCയുടെ ഈ പ്രസ്സിംഗ് പോവുക എന്നല്ലാതെ മറ്റ് കംപ്ലൈന്റ്സ് വരാൻ സാധ്യത വളരെ കുറവാണ്. സൂക്ഷ്മതയോടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് റെയിൻകോട്ടും, പ്രത്യേകിച്ച് റിയലിന്റെ എല്ലാ റെയിൻകോട്ടുകളും നല്ല ലൈഫ് ഈട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി റിയലിന്റെ PVC പാന്റ് ആൻഡ് ഷർട്ട് ഉണ്ട്. പക്ഷെ പാന്റ് ഷർട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളത് നൈലോൺ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പാന്റ് ഷർട്ടിനൊരു ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ദോഷം, നമ്മള് ഈ ബൈക്കിൽ കയറുന്ന സമയത്ത് കാലിന്റെ അവിടെ പൊട്ടാൻ സാധ്യതകൾ ഏറെയാണ് PVC മെറ്റീരിയൽ ആവുന്ന സമയത്ത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നൈലോൺ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലത്. ഇനി റിയലിന്റെ പാന്റ് ഷർട്ടിനെ കുറിച്ച് പറയാം. പാന്റ് ഷർട്ട് PVC പാന്റ് ഷർട്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. റിയലിന്റെ ഈ നൈലോൺ മെറ്റീരിയൽ ഉള്ള പാന്റ് ഷർട്ടുകൾ ഒരുപാട് മോഡലുകൾ ലഭ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന കുറച്ച് മോഡലുകൾ, പ്രത്യേകതയുള്ള കുറച്ച് മോഡലുകൾ ഉണ്ട്. റിയലിൻ്റെതല്ല, എല്ലാ കമ്പനിയിലെയും ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് റിവേഴ്സബിൾ റെയിൻകോട്ടാണ്. അതായത് ഒരു വശം 2 വശം ഉപയോഗിക്കാവുന്ന റെയിൻകോട്ട്, അതായത് റിവേഴ്സബിൾ. മിക്ക റെയിൻകോട്ടിലും റിവേഴ്സുകളാകുന്ന സമയത്ത് അകത്ത് പ്ലാസ്റ്റിക് ആണ് ഉണ്ടാവാറുള്ളത്, അതുപോലെ പുറത്ത് നൈലോൺ. ഈ റിവേഴ്സബിൾ ആകുമ്പോഴുള്ള പ്രശ്നം അകത്തെ പ്ലാസ്റ്റിക് കീറാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ റിയൽ റെയിൻവെയറിന്റെ ട്രെക്സ് എന്ന ഐറ്റം മികച്ചൊരു ഐറ്റമാണ്. അകത്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അത് നല്ല ഈട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതിന്റെ പ്രത്യേകത അതിന്റെ മെറ്റീരിയൽ തന്നെയാണ്. അതിന് പുറത്തുള്ള നൈലോൺ മെറ്റീരിയൽ ഒറിജിനൽ കൊടത്തുണിയുടെ മെറ്റീരിയലാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആണ്. റെയിൻകോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: നല്ലൊരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് നല്ല ലൂസ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തത് റിവേഴ്സബിൾ റെയിൻകോട്ട് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ റിവേഴ്സബിൾ അല്ലാത്ത റെയിൻകോട്ട് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്തൊരു ടാപ്പിംഗ്, സ്റ്റിച്ചിങ് വരുന്ന സ്ഥലത്തൊക്കെ ഒരു ടാപ്പിംഗ് ഉണ്ടാവും. അത് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ നല്ല ബ്രാൻഡുകളിലും അത്തരം ടാപ്പിംഗ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ലോക്കൽ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അത്തരം ഒരു ടാപ്പിംഗ് ഉണ്ടാവില്ല. ഒരു വെള്ളവും പുറത്തു പോകാതെ മുഴുവൻ വെള്ളവും അകത്തേക്ക് പോകും എന്നതാണ് ഈ ടാപ്പിംഗ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം. റെയിൻകോട്ട് എല്ലാ സൈസുകളിലും ലഭ്യമാണ്. XL, XXL, XXL, 4XL. നല്ല വണ്ണമുള്ളവർക്കും ഈ 4XL ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ റെയിൻകോട്ടുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കളറുകളാണ്. പൊതുവെ എല്ലാവരും ബ്ലാക്ക് കളർ, ബ്ലാക്ക്, നേവി ബ്ലൂ, മിലിറ്ററി ഗ്രീൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന കളർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കളറുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം രാത്രികാല യാത്രകളിൽ ഏറ്റവും നല്ലത് ബ്ലാക്ക്, അതുപോലെ ഡാർക്ക് കളർ അല്ലാത്തൊരു കളർ ഉപയോഗിക്കുന്നതാണ്. തന്നെ നിർബന്ധമായും റിഫ്ലക്ടർ ഉള്ള റെയിൻകോട്ട് കൂടി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. റെയിൻകോട്ടിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് റെയിൻകോട്ടിന്റെ സിബ്. ഈ സിബ് കൈകാര്യം ചെയ്യുന്നതിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഈ സിബ് ഉണ്ടല്ലോ, ഇതിൽ തന്നെ കറക്റ്റായിട്ട് ഈ ഗാഡിയിൽ കറക്റ്റ് വീഴും. അത് വീണതിന് ശേഷം ആ ഭാഗം പിടിച്ചുകൊണ്ട് വേണം സിബ് വലിക്കാൻ. പിന്നെ പലപ്പോഴും ഈ പാന്റ് കീറിയിട്ടോ പാന്റ് നഷ്ടപ്പെട്ടിട്ടോ എൻക്വയറി വരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്പനി പാന്റ് മാത്രം നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിയലിന്റെ പാന്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരുവിധം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള എല്ലാ കാറ്റഗറി ആയിട്ടുള്ള പാന്റുകളും ലഭ്യമാണ്. റെയിൻകോട്ടിൽ ഒരുപാട് മോഡലുകൾ ലഭ്യമാണ്. ലേഡീസ് റെയിൻകോട്ട്, സ്കേർട്ട് ആൻഡ് ഷർട്ട് ഉണ്ട്,
ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഉപയോഗിക്കാൻ എളുപ്പമുള്ള റെയിൻകോട്ടാണ്. സ്കേർട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബട്ടണാണ്. ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള സ്കേർട്ടും, പിന്നെ ലേഡീസ് ഡിസൈനുകളുള്ള ഫുൾ കോട്ടുകളുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കോട്ടുകളുണ്ട്. ഇതൊക്കെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മോഡലുകൾ, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി റിയൽ പ്രസന്റ് ചെയ്യുന്നു. റിയലിന്റെ ഫുൾ കോട്ടുകളിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ 2 ഐറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ഷാറൂഖ് കോട്ട് എന്നറിയപ്പെടുന്ന വാക്കർ കോട്ട്, 2 തണ്ടർ കോട്ട്. ഈ രണ്ടും റിയലിന്റെ വ്യത്യസ്തമായ ഐറ്റമാണ്. ഷാറൂഖ് കോട്ട് എന്ന വാക്കർ കോട്ടിന്റെ പ്രത്യേകത, ഒന്ന് അതിന്റെ മെറ്റീരിയൽ തന്നെയാണ്, 2 അത് റിവേഴ്സിബിൾ ആണ്, 3 ജെന്റ്സിനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ലേഡീസിനും ഉപയോഗിക്കാം. പിന്നെ അതിന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം ഇതിന്റെ ബോഡി ഫിഗറാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ചെറുപ്പം തോന്നുമെന്ന് പറയാം. അത്രയും നല്ല, നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും സുഖമുള്ള ഏറ്റവും നല്ല ഐറ്റമാണ് വാക്കർ കോട്ട്. അതിന്റെ ഈ ഷാറൂഖ് കോട്ട എന്നറിയപ്പെടുന്ന വാക്കർ കോട്ട് ഇവിടം വരെയാണ് അതിന്റെ സൈസ്. മുട്ടിന് താഴെ വരെ അതിന്റെ സൈസ്, ലെങ്ത് അത്രയേ ഉള്ളൂ. ഇനി തണ്ടർ കോട്ട്. തണ്ടർ കോട്ട് മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോട്ടാണ്. ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്, 2 ഓഫീസിലേക്ക് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മികച്ചത് എന്ന് പറയാൻ പറ്റും. കാരണം സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ബാഗ് ഇട്ടുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. അത്രയും ലൂസാണ്, അത്രയും ഫ്രീ സൈസ് ആണ്. രണ്ടാമത്തത് ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കിടക്കില്ല എന്നുള്ളതാണ്. കാരണം സാധാരണ ഒരു റെയിൻ കോട്ടിനും ഇവിടെ താഴെ ജോയിന്റ് ഉണ്ടാവാറില്ല. ഈ ഒരു റെയിൻ കോട്ടിന് താഴെ ഒരു ജോയിന്റ് ഉണ്ട്, എലാസ്റ്റിക് വെച്ചുകൊണ്ടുള്ള ജോയിന്റ് ഉണ്ട്. ഇത് ഈ റെയിൻ കോട്ടിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി കുട്ടികളെ റെയിൻ കോട്ടിനെ കുറിച്ച് പറയാം. 3.5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് റെയിൻ കോട്ട് ലഭ്യമാണ്. ഞാൻ ഒരു റെയിൻ കോട്ടിനെ കാണിച്ചാണ്. ഇതെന്റെ മകനാണ്. ഇത് ഈ റെയിൻ കോട്ട് 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന റെയിൻ കോട്ടാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന റെയിൻ കോട്ടാണ്. മൂത്ത മകൻ ഉപയോഗിച്ച് ഇതിന്റെ ഇളയ മകനാണ്. ഈ കുട്ടി പോലും ഉപയോഗിക്കുന്നത് ഈ റെയിൻ കോട്ടാണ്. ഈ റെയിൻ കോട്ട് സൈസ് 22 ആണ്. സൈസ് 22 എന്ന് വെച്ചാൽ 3 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയ സൈസാണ്. 3 വയസ്സുള്ള സമയത്ത് ഉപയോഗിച്ച റെയിൻ കോട്ടാണ്. മൂത്ത മകൻ 3 വയസ്സിൽ ഉപയോഗിച്ച റെയിൻ കോട്ടാണ്. ഇന്നും ഇതിന്റെ 14 വർഷമായി. ഇത് ശരിക്ക് താഴോളം വരുന്ന റെയിൻ കോട്ടാണ്. 3 വയസ്സുള്ള കുട്ടിക്ക് കറക്റ്റ് സൈസാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത ഇത് PVC പ്ലാസ്റ്റിക് ആണ്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഇത് റിയൽ റെയിൻവെയറിന്റെയാണ്. ഈ റിയൽ റെയിൻവെയർ കാർട്ടൂൺ വേൾഡ് എന്ന് പറഞ്ഞൊരു ഐറ്റാണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഒരു റെയിൻകോട്ട് കമ്പനിക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺ സാധാരണ കാണാറില്ല. റിയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ബട്ടൺ തന്നെയാണ്. റെയിൻകോട്ടിനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെയിൻകോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. കൊണ്ട് നനഞ്ഞ റെയിൻകോട്ട് കൃത്യമായി ആങ്കറിലോ അതല്ലെങ്കിൽ ഒരു ആലിലോ തൂക്കിയിടണം. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അത് മടക്കി വെക്കേണ്ടത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റെയിൻകോട്ടിനെ കുറിച്ച് പറഞ്ഞതിനേക്കാളേറെ പറയാനുണ്ടെങ്കിൽ തൽക്കാലം ബൈ.